ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദാക്കീസ് നെസ്റ്റ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏറ്റവും എളുപ്പത്തിൽ ഒരൊറ്റൊരു പാത്രം യൂസ് ചെയ്ത് തയ്യാറാക്കാൻ പറ്റുന്ന ഓണസദ്യ വിഭവങ്ങളുമായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാനിവിടെ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് പുളിയിഞ്ചിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 8 ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തതും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഈ ഇഞ്ചിയൊക്കെ നല്ലോണം ഒന്ന് മുരിഞ്ഞു വരുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ആ ഒരു സമയം കൊണ്ട് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്ത് അതിലേക്ക് 1/4 കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് മെൽട്ടാക്കാൻ വെക്കാം. അപ്പം നമ്മുടെ ഇഞ്ചിയൊക്കെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽട്ടാക്കാൻ വെച്ച പുളിവെള്ളത്തിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 7 ടേബിൾ സ്പൂണ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശർക്കരയൊക്കെ അലിഞ്ഞ് ഇതൊന്ന് കുറുകി വരും. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സദ്യ സ്പെഷ്യലായിട്ടുള്ള കൂട്ടുകറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/4 കപ്പ് കറുത്ത കടല 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം 2 കപ്പ് വെള്ളത്തിൽ പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. കടല വേവിക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടാണ് വേവിച്ചത്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തനും 1 കപ്പ് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ചേനയും 1 കപ്പ് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള പച്ചക്കായയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കുക്കർ അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. 2 വിസിൽ വരെ വേവിച്ചാൽ മതി. അപ്പോഴേക്കും നമുക്ക് ഉരുളി അടുപ്പിൽ വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 3 വറ്റൽ മുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് തേങ്ങ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നല്ല ജീരകം നമുക്ക് കടുക് വറുത്തെടുക്കുമ്പോൾ ആ എണ്ണയിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ആ ഒരു സമയത്ത് എന്നോട് മറന്നു പോയത് കൊണ്ടാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലോണം വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരല്പം തേങ്ങ മാറ്റി വെക്കാം. ഈ മാറ്റി വെക്കുന്ന തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒരല്പം വെള്ളവും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾ വേവാൻ വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കടലയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ മിക്സ് ചേർത്ത് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു മിക്സ് നമുക്ക് ഈ ഉരുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസും കടലയൊക്കെ ഞാൻ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സ് ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലോണം മിക്സ് ആക്കിയ ശേഷം ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിന് ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത ശേഷം നല്ലോണം തിളക്കാൻ വേണ്ടി വെക്കാം. നമ്മൾ സദ്യ തയ്യാറാക്കുമ്പോൾ വേവിക്കാൻ വേണ്ടി ഒരു പാത്രം, കാച്ചി വയ്ക്കാൻ വേണ്ടി വേറൊരു പാത്രം, തേങ്ങ വറുക്കാൻ വേണ്ടി വേറെ പാത്രം, അങ്ങനെ കുറേ പാത്രങ്ങൾ യൂസ് ചെയ്തിട്ടല്ലേ സദ്യ തയ്യാറാക്കാറ്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രവും ഒരു കുക്കറും മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ സദ്യ വിഭവങ്ങൾ മുഴുവൻ തയ്യാറാക്കുന്നത്. അപ്പം നമ്മുടെ കൂട്ടുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അവിയൽ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ വെജിറ്റബിൾസ് എല്ലാം ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെജിറ്റബിൾസ് ഉണ്ടാവും. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം.
വെജിറ്റബിൾസ് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് തേങ്ങയിലേക്ക് 2 പച്ചമുളകും 4 ചെറിയുള്ളിയും 4 വെളുത്തുള്ളിയും 1 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 3 വറ്റൽ മുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അധികം പുളിയില്ലാത്ത കട്ട തൈരും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേബേജ് തോരൻ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഉരുളി അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 3 വറ്റൽ മുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേബേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 1.5 കപ്പ് കേബേജോളം ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1 ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കേബേജ് തോരനിൽ ക്യാരറ്റ് കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മാത്രമല്ല നല്ല കളർഫുൾ ആവുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ഒരു 4 ചെറിയുള്ളിയും 2 വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 കപ്പ് ചിരവിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം തോരൻ വേവാൻ വേണ്ടി ഈ പാത്രം അടച്ചു വെച്ചതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേബേജ് തോരൻ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കേബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സദ്യയിലെ മെയിൻ ഐറ്റമായിട്ടുള്ള സാമ്പാർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പ്രഷർ കുക്കറിലേക്ക് 1/4 കപ്പ് സാമ്പാർ പരിപ്പും 1 കപ്പ് വെള്ളവും കൂടി ചേർത്തൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ വേവിച്ചെടുത്ത സാമ്പാർ പരിപ്പിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ 2 കപ്പ് വെജിറ്റബിൾസ് ഉണ്ടാവും. അതിലേക്ക് 1 സവാളയും 1 തക്കാളിയും 2 പച്ചമുളകും 3 വെളുത്തുള്ളിയും 1 ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ മെൽറ്റ് ചെയ്ത ശേഷം അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ സാമ്പാർ മസാലയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ഉരുളി അടുപ്പിൽ വെച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 മുറി തേങ്ങ ചിരവിയത് ചേർത്ത് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു തേങ്ങ നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം ഈ തേങ്ങ നമുക്ക് ഇതിൽ നിന്നും മാറ്റി കൊടുക്കാം. ഈ വറുത്തെടുത്തിട്ടുള്ള തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒരല്പം വെള്ളവും കൂടി ചേർത്ത് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഞാനിപ്പോൾ തേങ്ങ വറുത്തെടുത്തിട്ടുള്ള ഉരുളി ഒന്ന് കഴുകിയിട്ടാണ് അടുപ്പിൽ വെച്ചിട്ടുള്ളത്.
ഇനി ആ തേങ്ങ വറുത്ത അതേ ഉരുളിയിൽ തന്നെ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഉരുളിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 3 വറ്റൽ മുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇനി നമ്മൾ ഇതിലേക്ക് 2 വെണ്ടക്കയും 2 മുരിങ്ങാക്കായും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ അതിൽ മുരിങ്ങാക്കായും വെണ്ടക്കയും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു എണ്ണയിലിട്ട് ഇത് രണ്ടും നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു വെണ്ടക്കായും മുരിങ്ങാക്കായും ഒക്കെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സാമ്പാർ മസാലയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് ഈ ഒരു പൊടികൾ ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. ഈ സാമ്പാർ മസാല ഒക്കെ നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം തിളക്കാനായിട്ട് വെക്കാം. അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സദ്യയിലേക്ക് എരിശ്ശേരി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് വൻപയർ 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം പ്രഷർ കുക്കറിലിട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് 3 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മത്തൻ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വൻപയറും കടലയൊക്കെ കുതിർക്കുന്നതും അത് വേവിച്ചെടുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അതൊന്നും ഉൾപ്പെടുത്താത്തത്. മാത്രമല്ല അതൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ നമ്മളെ വീഡിയോയ്ക്ക് അല്പം ലെങ്ത്തും കൂടും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുക. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് തേങ്ങയിലേക്ക് 2 പച്ചമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 വെളുത്തുള്ളിയും 1 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒരല്പം വെള്ളവും കൂടി ചേർത്ത് ഒന്ന് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു ഉരുളി അടുപ്പിൽ വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 3 വറ്റൽ മുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ഒന്ന് ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഇപ്പം നമ്മുടെ തേങ്ങ ഇവിടെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മത്തനും വൻപയറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ ആ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ ഒരു എരിശ്ശേരി നല്ല ടേസ്റ്റ് ഉള്ളൊരു വിഭവമാണ്. അപ്പോൾ ഓണസദ്യയിൽ സ്പെഷ്യലായിട്ട് ഈ ഒരു എരിശ്ശേരി എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു എരിശ്ശേരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഉരുളി അടുപ്പിൽ വെച്ച് ഉരുളി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 3 വറ്റൽ മുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വറ്റൽ മുളകും കറിവേപ്പിലയും ഒക്കെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1 ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം.
ഈ ഒരു ബീട്രൂട്ട് നമ്മൾ എണ്ണയിലിട്ട് വഴറ്റി തയ്യാറാക്കുന്ന പച്ചടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു പച്ചടിക്ക് ബീട്രൂട്ടിന്റെ ആ ഒരു മാതിരി ടേസ്റ്റ് ഉണ്ടാവില്ല, ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ള പച്ചടി ആയിരിക്കും. അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം പാത്രം അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ബീട്രൂട്ട് കുക്കാകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് തേങ്ങയിലേക്ക് 3 പച്ചമുളകും 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് അല്പം വെള്ളവും ഒഴിച്ച് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കി അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ബീട്രൂട്ടൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അധികം പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് തിള വരുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി ഞാനിവിടെ മത്തങ്ങ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 1.5 കപ്പ് മത്തൻ ചെറുതായി കട്ട് ചെയ്തത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിവിടെ ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് തേങ്ങയിലേക്ക് 3 പച്ചമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒരല്പം വെള്ളവും കൂടി ചേർത്ത് നല്ലോണം പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉരുളി അടുപ്പിൽ വെച്ച് ഉരുളി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽ മുളകും 1 തണ്ട് കറിവേപ്പിലയും 3-4 ചെറിയുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ചെറിയുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള മത്തനും അരച്ചെടുത്തിട്ടുള്ള തേങ്ങയുടെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം തിളക്കാനായിട്ട് വെക്കാം. ഇതൊന്ന് തിള വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് അധികം പുളിയില്ലാത്ത കട്ട തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തൈര് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മത്തങ്ങ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് വരുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകി വരും. ഇനി നമുക്ക് ചേനയും പച്ചക്കായയും വെച്ച് കാളൻ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് പച്ചക്കായ ചെറുതായി കട്ട് ചെയ്തത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ 1 കപ്പ് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ചേനയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് തേങ്ങയിലേക്ക് 2 പച്ചമുളകും 4 വെളുത്തുള്ളിയും 1 ടീസ്പൂണ് നല്ല ജീരകവും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒരല്പം വെള്ളവും കൂടി ചേർത്ത് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു ഉരുളി അടുപ്പിൽ വെച്ച് ഉരുളി ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2-3 വറ്റൽ മുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചേനയും പച്ചക്കായും കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ
1 കപ്പ് അധികം പുളിയില്ലാത്ത കട്ട തൈരും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത ശേഷം ചെറുതായിട്ട് തിളവരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അധികം തിളവരേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് തിളവരുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇതിന് ചെറുതായിട്ട് തിളവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടി കുറുകി വരും. ഇനി നമുക്ക് രസം തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 5-8 ചെറിയുള്ളിയും 4 വെളുത്തുള്ളിയും 2 പച്ചമുളകും 1 ടീസ്പൂൺ നല്ല ജീരകവും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ഉരുളി അടുപ്പിൽ വെച്ച് ഉരുളി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽ മുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളി പെട്ടെന്ന് കുക്കായിട്ട് വരാൻ വേണ്ടി ഞാനിവിടെ പാത്രം അടച്ചു വെക്കുന്നുണ്ട്. ഒരു മിനിറ്റിന് ശേഷം ഞാനിവിടെ പാത്രം തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യത്തിൽ കുക്കായി വന്നിട്ടുണ്ട്. ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് 1 ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ആ ഒരു പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മൂത്ത് വരുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് ശർക്കര പാനിയും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം തിളക്കാനായിട്ട് വെക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സദ്യയിലേക്ക് പായസം തയ്യാറാക്കാം. ഞാനിവിടെ പരിപ്പ് പ്രഥമനാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് ചെറുപയർ നല്ലോണം ഒന്ന് വറുത്തെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് വാഷ് ചെയ്ത ശേഷം കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തേങ്ങയുടെ 3/4 പാല് ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 3-4 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചെറുപയർ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2/2 പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ ഇതിലേക്ക് 5 ശർക്കര ഉരുക്കിയതിൻ്റെ പാനി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം ഇത് നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങയുടെ 1/4 പാല് ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം.
ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് തിള വരുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഉരുളി അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു 5-6 ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു 10-15 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഈ കാഷ്യൂസൊക്കെ നല്ലോണം റോസ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് ഒരല്പം കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം. കിസ്മിസ് എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വീർത്ത് വരും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പായസം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കയും ചുക്കും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സദ്യയിലേക്ക് ഞാനിവിടെ മോര് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം പപ്പടം കൂടി കാച്ചി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഓണസദ്യ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.